മലപ്പുറത്തിൻ്റെ സ്വന്തം കോട്ടക്കുന്ന്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാം. മനസ്സിന് തീരെ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വന്നാൽ കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് ഞാനും അപ്പൂസും കൂടി ഇറങ്ങിയതായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലെത്താൻ. മുകളിൽ ചെന്നപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്, അധികം ആളുകളൊന്നുമില്ല. ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയത്, അതുകൊണ്ടാണോ എന്നറിയില്ല, തീരെ ആൾക്കാർ കുറവായിരുന്നു. ഇതിൻ്റെ താജ്മഹലാണ് കേട്ടോ ആ കാണുന്ന പള്ളിയാണെന്നറിയില്ല, ഞാനെപ്പോഴും താജ്മഹൽ എന്നാണ് പറയല്. ഇവിടെ ഒന്നും ഒരാളുമില്ല. ഈ നട്ടുച്ചയ്ക്ക് ഞങ്ങളല്ലാതെ വേറെ ആരും കൊണ്ട് വരാനും ഉണ്ടാവില്ല. ഇതിൻ്റെ മുന്നത്തെ തവണ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോഴൊക്കെ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്രാവശ്യം ഒരാളെയും കാണാണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഞാൻ. ഇങ്ങനെ നോക്കി ആളില്ലാത്തപ്പോഴല്ലേ ഇങ്ങനെ നോക്കിക്കാൻ പറ്റുള്ളൂ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ചെങ്കിലും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ തീരെ തിരക്കില്ലായിരുന്നു. നല്ല വെയിലായിരുന്നു. ആ വെയിലും കൊണ്ട് ചുറ്റും നടന്ന് ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെ എത്തി. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഫാമിലീസും കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ നല്ല ഭംഗിയിൽ വെട്ടി വൃത്തിയായിട്ട് വളർത്തുന്നുണ്ട്. ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് 2 ഐസ്ക്രീമൊക്കെ വാങ്ങി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ അതിനുള്ള പണി കിട്ടുകയും ചെയ്തു. ജലദോഷം തൊണ്ടവേദനയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ മാറിയിരിക്കുകയായിരുന്നു 2 ദിവസം. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അതിന് വോയിസ് കൊടുക്കണത്. എന്നിട്ട് കുറേ നേരം ഞങ്ങൾ നിന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുമ്പോഴേ ഈ കുട്ടികൾ ഇവിടെ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഇവരിത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിൻ്റെ പ്രാക്ടീസാണെന്ന് അറിയില്ല. മഞ്ചേരിയിലെത്തിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു കടയിൽ കയറി. അവിടെയും കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ബസ്സൊക്കെ കയറി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.